തുടർഭരണത്തിൽ CPIM-ൽ ആശങ്ക ശക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഏകീകരണമുണ്ടായെന്ന സംശയത്തിൽ CPIM. ന്യൂനപക്ഷ ഏകീകരണം LDF-ന് എതിരാകുമോ എന്നാണ് നേതാക്കളുടെ ആശങ്ക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി കൃത്യം ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അടുത്ത തിങ്കളാഴ്ച ഇതുപോലെ സമയത്ത് കേരളത്തിന്റെ ജനവിധി എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച കാലത്തെ സമയത്തിൽ മുന്നണിക്കകത്തും പാർട്ടികളുടെ വലിയ തോതിലുള്ള കണക്കൂട്ടലാണ് നടക്കുന്നത്. മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടെടുപ്പിന്റെ കണക്കും മറ്റ് ജില്ലാ കമ്മിറ്റികളുടെ അവലോകനവും മറ്റും പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം, ധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നാണ് CPIM എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. ആ ധ്രുവീകരണം, ആ ഏകീകരണം ആർക്ക് അനുകൂലമാണ് എന്നതിനെ സംബന്ധിച്ചാണ് LDF-ന് CPIM നേതൃത്വത്തിന് ആശങ്കയുള്ളത്. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അടക്കമുള്ള വോട്ടുകൾ തങ്ങൾക്കെതിരായിട്ടാണോ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന ആശങ്ക CPIM-ലടക്കം ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്കെതിരായ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് എന്ന വിലയിരുത്തൽ CPIM-ന് ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോഴോ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോഴൊന്നും അത് പരസ്യമായി സമ്മതിക്കാൻ CPIM നേതൃത്വം കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അത്തരമൊരു കാര്യം CPIM നേതാക്കൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലും ജനവിധി എതിരാക്കിയതെന്നാണ്. സമാനമായ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുടർഭരണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തോതിൽ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ മൂന്നാം തവണയും അധികാരം പിടിക്കുക എന്ന ഐതിഹാസികമായ നേട്ടത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷം CPIM നയിക്കുന്ന LDF വരും എന്ന് തന്നെയാണ് CPIM നേതാക്കൾ വെച്ചുപുലർത്തുന്ന ഉറച്ച പ്രതീക്ഷ. അതിൽ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് CPIM നേതാക്കൾക്ക് ആശങ്കയുള്ളത്. അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണത്തിലാണ്. അത് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉണ്ട്. എന്നാൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയോ ഉണ്ടായ പോലെ ഒരു ആഞ്ഞടിക്കൽ ആ മേഖലകളിൽ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും അധികാരത്തിൽ വരാം എന്ന് തന്നെയാണ് CPIM-ഉം LDF-ഉം പ്രതീക്ഷിക്കുന്നത്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.